ഖുർആനിൽ പല സ്ഥലങ്ങളിലും സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ലോകം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് എന്നുള്ളത്. ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم. ആകാശഭൂമികൾ സൃഷ്ടിച്ചത് അത്ഭുതമാണ്. നിങ്ങളുടെ നിറങ്ങളിലും ഭാഷകളിലും ഒക്കെയുള്ള വ്യത്യാസങ്ങളും അത്ഭുതമാണ് അല്ലാഹു തആല പറയുന്നത്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമായിട്ടും ഈ ലോകത്തിന്റെ അടിസ്ഥാന നിയമമായിട്ടുമാണ് പരിശുദ്ധ ഖുർആൻ ഈ വൈവിധ്യങ്ങളെ പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളിലെയും ഈ വൈവിധ്യങ്ങൾ നാം ഉൾക്കൊള്ളാൻ തയ്യാറാകും. അത്തരത്തിൽ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ നമുക്ക് എല്ലാ ബന്ധങ്ങളെയും കാത്തു സൂക്ഷിക്കാൻ എളുപ്പമായി തീരും. ഒരേ സാഹചര്യത്തിൽ ഒരേ രീതിയിൽ ചെറുപ്പം മുതൽ വളർന്നു വരുന്ന രണ്ട് സഹോദരങ്ങൾ തമ്മിൽ പോലും പല കാര്യങ്ങളിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും, പല കാര്യങ്ങളിലും വ്യത്യസ്ത ഇഷ്ടങ്ങൾ ഉണ്ടാകും. ഇത് സ്വാഭാവികമാണ്, നാം എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ്. എന്നാൽ തികച്ചും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വളർന്നു വരുന്ന രണ്ടുപേർ ഒരുമിച്ച് കൂടുന്ന ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഉറപ്പായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. രണ്ടുപേർക്കും വ്യത്യസ്തമായ ആശയങ്ങളും വ്യത്യസ്തമായ താല്പര്യങ്ങളും ഉണ്ടാകും. ഇത് നാം ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തപ്പോഴാണ് ആ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരുന്നത്. ഈ ഒരു വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ നാം തയ്യാറായാൽ, എന്റെ വീട്ടിലെ സാഹചര്യമല്ല അവളുടെ വീട്ടിൽ, എന്റെ വീട്ടിലെ രീതിയല്ല എന്റെ ഭാര്യയുടെ വീട്ടിൽ, എന്റെ മാതാപിതാക്കളുടെ രീതിയല്ല അവളുടെ മാതാപിതാക്കൾക്കുള്ളത്, എന്റെ സഹോദരങ്ങളെ പോലെ ആകണമെന്നില്ല അവളുടെ സഹോദരങ്ങൾ, എന്റെ ഇഷ്ടങ്ങൾ തന്നെ ആയിരിക്കില്ല അവളുടെ ഇഷ്ടങ്ങൾ. ഇതെല്ലാം അള്ളാഹു നിശ്ചയിച്ച വൈവിധ്യങ്ങളാണ്. അത് ഞാൻ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യന് ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിൽ പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടാകും, നമുക്ക് വലിയ വെറുപ്പോ ദേഷ്യമോ ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ്, നിങ്ങൾ ആരും നിങ്ങളുടെ ഭാര്യയെ ശക്തമായി വെറുക്കരുത്. എന്തെങ്കിലും ഒരു കാര്യം കണ്ടതിന്റെ പേരിൽ വെറുക്കരുത്. കാരണം അവളിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം കാണുമെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവരിലുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. ഏതെങ്കിലും ഒരു കാര്യം, ഒരു സ്വഭാവം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെരുമാറ്റം, അത് നമുക്ക് താല്പര്യമില്ലാത്തതായിരിക്കാം, അതിന്റെ പേരിൽ വലിയ ദേഷ്യം വരുന്നുണ്ടാകാം. പക്ഷെ നാം ചിന്തിക്കേണ്ടത് മറ്റ് 99 കാര്യങ്ങൾ നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ അവർ ചെയ്തു തന്നതാണ്. നമുക്കിഷ്ടപ്പെട്ട രീതിയിലാണ് അല്ലാഹു തആല അവരെ സംവിധാനിച്ചിട്ടുള്ളത്. അതിനിടയിൽ ഈ ഒരൊറ്റ കാര്യമാണ് എനിക്ക് ബുദ്ധിമുട്ടുള്ളതായിട്ട് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തതായിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ ഈ കാര്യം പറയുന്നുണ്ട്, നിങ്ങൾക്ക് അവരോട് എന്തെങ്കിലും വെറുപ്പ് തോന്നുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, പല കാര്യങ്ങളും നിങ്ങൾ വെറുക്കുന്നുണ്ട്, പക്ഷെ അതിൽ ഒരുപാട് നന്മകൾ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാകും. അല്ലാഹു തആല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. അതുകൊണ്ട് ഏതൊക്കെ കാര്യങ്ങൾ ദേഷ്യം വന്നാലും ബുദ്ധിമുട്ടുണ്ടായാലും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായി തോന്നിയാലും, അത് ഭാര്യയുടെ വിഷയത്തിലായാലും ഇനി സ്ത്രീകൾക്ക് ഭർത്താവിന്റെ വിഷയത്തിലായാലും അവിടെ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അല്ലാഹു തആല എനിക്ക് വേണ്ടി ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടികളിൽ നിന്നും തിരഞ്ഞെടുത്ത് തന്ന എന്റെ ഭാര്യ അല്ലെങ്കിൽ എന്റെ ഭർത്താവ്, ഞങ്ങൾ തമ്മിൽ 99% യോജിപ്പുണ്ട് എന്ന് അള്ളാഹുവിനെ അറിയാവുന്നത് കൊണ്ടാണ് ഞങ്ങളെ തമ്മിൽ അല്ലാഹു തആല ചേർത്തത്. അതിൽ 1% കാര്യങ്ങളിലുള്ള വൈവിധ്യം, അഭിപ്രായ വ്യത്യാസം, സ്വഭാവ വ്യത്യാസം, ഇത് ഞങ്ങൾ ഉൾക്കൊള്ളുകയും നല്ല രീതിയിൽ അത് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതാണ് എന്നുള്ള ബോധ്യം രണ്ടുപേർക്കും ഉണ്ടാകുമ്പോൾ
ബന്ധം വളരെ മനോഹരമായി മുന്നോട്ട് പോകും. അതിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എത്ര നല്ല രീതിയിൽ, എത്ര ദീനിയായ രീതിയിലുള്ള ബന്ധമാണെങ്കിലും, എത്ര സമാനമായ സാഹചര്യത്തിൽ വളർന്നു വന്നവരാണെങ്കിലും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഉറപ്പായും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയാൽ നല്ല ഒരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. ഇത് എല്ലാ ബന്ധങ്ങളിലെയും നിയമമാണ്. പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ഈ ഒരു കാര്യം നാം വളരെയധികം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ ബന്ധങ്ങളും അവനെ തൃപ്തികരമായ രീതിയിൽ കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു